അപ്പോൾ ഞാൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് പോയി. പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്നൊരു റെസ്പോൺസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് റിജക്ഷൻ വാങ്ങുന്നതിനെക്കാട്ടി നല്ലത്. എൻ്റെ പേര് ഫാത്തിമത്തുൽ ഫിദ. എൻ്റെ സ്ഥലം കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഞാനിപ്പം ഇന്ത്യൻസ് ഗ്ലോബൽ വഴി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻറ്റേൺഷിപ്പ് 2 മാസത്തോളമായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കരിയർ ജേണി എന്ന് പറയുന്നത് +2 കഴിഞ്ഞ ഉടനെ തന്നെ ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് വേഗം തന്നെ ഒരു ജോബ് വേണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കേട്ട് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കോഴ്സ് പഠിച്ച് എക്സ്പീരിയൻസോടുകൂടി നല്ല ജോബിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ടേം കോഴ്സായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് നല്ല ക്ലാസ്സുകളായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി നമുക്ക് കിട്ടും, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം ഏതൊരു ഫീൽഡാണെങ്കിലും നമുക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നോക്കുക എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നമുക്കൊരു ജോബ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ 2-3 സ്ഥലത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ എത്തിയിട്ട് ഞാൻ പിന്നെ ഒരു വിവരമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയൊരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് റിജക്ഷൻ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഈ കോഴ്സിൻ്റെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എക്സ്പീരിയൻസോട് കൂടിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തു തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. തിയറി ക്ലാസ്സിനെയും കാട്ടി കൂടുതൽ നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഉമ്മ, ഉപ്പ, ഞാൻ, 2 അനിയത്തിമാരാണ്. ഞാനാണ് മൂത്ത ആൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ലൊരു ജോബ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പുറത്തും നമ്മുടെ നാട്ടിലും നല്ല ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് ഞാൻ എത്തിയത്. ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാനും ആ ഇൻ്റർവ്യൂ പാസ്സാവും എന്നുള്ള കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്.